2026 T20 ലോകകപ്പിലെ 11 മത്സരങ്ങൾ ഇതിനകം സമാപിച്ചിരിക്കുകയാണ്. ഈ 11 മത്സരങ്ങളിൽ വലിയ അട്ടിമറികളൊന്നും ഇല്ലെങ്കിലും നെക്ക് ടു നെക്ക് പോരാട്ടങ്ങളായിരുന്നു പല മത്സരങ്ങളും. ആദ്യ മത്സരത്തിൽ തന്നെ പാകിസ്ഥാൻ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരം, അത് വളരെ ആവേശകരമായ മത്സരമായിരുന്നു. അതിനൊപ്പം മറ്റു ചില ആവേശകരമായ മത്സരങ്ങൾ കൂടി നടക്കുകയുണ്ടായി. കുഞ്ഞൻ ടീമുകൾ എന്ന ടാഗിൽ നിന്നും എല്ലാ ടീമുകളും ഒരേപോലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മത്സരങ്ങളാണ് പല മത്സരങ്ങളിലും നമ്മൾ കണ്ടത്. അപ്പോൾ ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ, ഹാരിസ് നെന്മാറ. നമ്മൾ പലപ്പോഴും വലിയ വലിയ ടൂർണമെൻറ്റുകൾ നടക്കുമ്പോൾ ചില ടീമുകൾ, വലിയ ടീമുകൾ, ഇന്ത്യയെ പോലുള്ള ടീമുകൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള ടീമുകൾ അതൊരു ജയൻ ടീംസാണ്. മറ്റു ടീമുകൾ നമീബിയ പോലുള്ള അല്ലെങ്കിൽ നേപ്പാൾ പോലുള്ള, സ്കോട്ട്ലാൻഡ് പോലുള്ള, നെതർലാൻഡ്സ് പോലുള്ള ടീമുകൾ കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്താറുണ്ട്. അപ്പോൾ ശരിക്കും ഈ ലോകകപ്പിലെ 11 മത്സരങ്ങൾ ഇവിടെ സമാപിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് അങ്ങനെ ചില ടീമുകളെ കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് വിളിക്കാൻ പറ്റുമോ? ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന വലിയ ചർച്ചകൾ, എന്തിനാണ് 20 ടീമുകളൊക്കെ, മൊത്തം വിരസമായിരിക്കും, വൺ സൈഡഡ് മാച്ചുകളായിരിക്കും കൂടുതൽ ഉണ്ടാകുക എന്നുള്ള രീതിയിൽ വലിയ വിമർശനമുണ്ട്. കാരണം ഇതാദ്യമായിട്ടാണ് 20 ടീമുകളെ ലോകകപ്പിൽ ഉൾപ്പെടുത്തുന്നത്. 4 ഗ്രൂപ്പുകളിലാക്കി 5 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആയിരിക്കും, എല്ലാം വൺ സൈഡഡ് മാച്ചുകളായിരിക്കും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളായിരുന്നു ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ലോകകപ്പിലെ ആദ്യ ദിവസം തന്നെ, ആദ്യ മത്സരത്തിൽ തന്നെ ആ ഒരു സംഭവം മാറി. കാരണം നെതർലൻഡ്സും പാകിസ്ഥാനും നടന്ന മത്സരം, കൊളംബോയിൽ നടന്ന മത്സരത്തിൽ 146 റൺസ് ചേസ് ചെയ്തെങ്കിലും 3 വിക്കറ്റിന് മാത്രമാണ് പാകിസ്ഥാന്. അവസാന നിമിഷമാണ് പാകിസ്ഥാൻ ജയിക്കുക. ഫഹീം അഷ്റഫിൻ്റെ ഒരു പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ അത് മാച്ച് പരാജയപ്പെടുകയായിരുന്നു. യെസ് ക്രൂഷ്യലായിരുന്നു അത്. അപ്പോൾ ആ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ മനസ്സിലായി. അപ്പോഴും ചിലരെങ്കിലും ഒരു ടൂർണമെൻറ്റിലെ തുടക്കത്തിൽ ഒരു അട്ടിമറികൾ അല്ലെങ്കിൽ ഒരു അട്ടിമറി മണം സാധ്യത ഒക്കെ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ പിന്നീട് എല്ലാ ദിവസവും ഓരോ വലിയ അട്ടിമറികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പേടിപ്പിക്കുന്ന രീതിയിലുള്ള, എല്ലാ വമ്പന്മാരെയും പേടിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന ഇന്ത്യയുടെ മത്സരത്തിൽ, നമുക്കറിയാം, അന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട മൈതാനമായ വാങ്കഡയിൽ ഞാൻ ആ മത്സരം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ മത്സരത്തിന് തൊട്ട് മുമ്പ് കളി കാണാൻ വന്ന ആരാധകർക്കൊപ്പം നമ്മൾ ബൈറ്റ് ഇതൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ എല്ലാവരും അത് ഈസി ആയിട്ട് ജയിക്കും, അഭിഷേക് സ്കോർ ചെയ്യും, എന്തെങ്കിലും ഒരു പ്ലെയർ സെഞ്ചുറി വരെ അടിക്കും, ഇന്ത്യ ഒരു 300+ ആണ് ടാർഗറ്റ് ചെയ്യുന്നൊക്കെയുള്ള രീതിയിലായിരുന്നു എല്ലാവരുടെയും ചർച്ചകൾ. പക്ഷേ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ വിറച്ചു പോയില്ലേ. ഫസ്റ്റ് ബോൾ ഡെക്ക് ഒരു പ്ലെയേഴ്സിന് പോയി. അതായത് സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഇന്നിങ്സ് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആരും തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 6 താരങ്ങളാണ്, പുകൾപ്പറ്റ ഇന്ത്യയുടെ 6 താരങ്ങളാണ് 2 അക്കം കാണാതെ പുറത്തായത്. അത് അവർ വലിയ രീതിയിലുള്ളൊരു പ്രകടനം തന്നെയാണ് USA ഇന്ത്യക്കെതിരെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൽ തന്നെ പവർ പ്ലേയിൽ ഇന്ത്യയുടെ 4 താരങ്ങൾ പുറത്താവുന്നു. 76 ഒരു ഘട്ടത്തിൽ 13 ഓവറിൽ 76 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. സൂര്യകുമാർ യാദവ് അവസാന 2 ഓവറിലാണ് വലിയ രീതിയിലുള്ള ഒരു ആഞ്ഞടിച്ചുകൊണ്ട് ഇന്ത്യൻ സ്കോർ അല്പമെങ്കിലും എത്തിച്ചത്. മറുപടി ബാറ്റിങ്ങിലും ഇന്ത്യയെ വിറപ്പിക്കാൻ, ഇന്ത്യൻ ബൗളർമാരെ ഒരു ഘട്ടത്തിൽ വിറപ്പിക്കാൻ തുടക്കത്തിൽ, അതായത് ഓപ്പണർമാരെ മുഹമ്മദ് സിറാജ് മടക്കിയെങ്കിലും 4-ാം വിക്കറ്റിലും 5-ാം വിക്കറ്റിലും മികച്ച പെർഫോമൻസാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. രഞ്ജനയൊക്കെ നല്ല രീതിയിലാണ് ബാറ്റ് ചെയ്തത് USA. പക്ഷേ ഇന്ത്യയുടെ ബൗളർമാരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ആ മത്സരം ഇന്ത്യ തിരിച്ചു പിടിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ, അതായത് 300 റൺസിന് മുകളിൽ സുഖമായിട്ട് അടിക്കും കരുതിയ ഒരു റാങ്കിങ്ങിൽ ഏറെക്കുറെ ഏറ്റവും പിന്നിലുള്ള രാജ്യങ്ങളിലൊന്നായ USA ഇന്ത്യയെ ഏറ്റവും സിമ്പിളായിട്ട് പേടിപ്പിച്ചുകൊണ്ട് ഇതാവുന്നു. ഒരു അനായാസ വിജയം പ്രതീക്ഷിച്ചെത്തിയ ഇന്ത്യ വിറച്ചുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ നന്നായി. കാരണം തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ഒരു പേടി കുടുങ്ങിയാൽ നന്നായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈസി ആയിട്ട് ജയിച്ചപ്പോൾ പിന്നീട് നമീബിയക്കെതിരായ മത്സരം, പാകിസ്ഥാനെതിരെ ഏറെക്കുറെയൊക്കെ നമ്മൾ വിജയിക്കുന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. അങ്ങനെ പോയി ക്രൂഷ്യൽ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുന്നൊരു സ്ഥിതി വരും. അത് 2023 ഏകദിന ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്. ഈസി ആയിട്ട് പോയി അവസാന നിമിഷം സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെടുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു പേടി ഇന്ത്യക്ക് കുടുങ്ങിയത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ആ വാങ്കഡെ സ്റ്റേഡിയത്തിൽ തന്നെ പിറ്റേ ദിവസം നടന്ന മത്സരത്തിൽ നേപ്പാളും ഇംഗ്ലണ്ടും, ക്രിക്കറ്റ് കണ്ടുപിടിച്ച ഇംഗ്ലണ്ടിനെ കുഞ്ഞന്മാരായ നേപ്പാൾ വിറപ്പിക്കുന്നൊരു കാഴ്ച. അത് അവസാന ഓവർ വരെ ഗംഭീരമായിട്ട് പോയി അവസാനമാണ് അവർ പിടിച്ചു നിന്ന് ഒരു എന്താ പറയുക, വിജയത്തോളം പോകുന്ന ഒരു തോൽവി എന്നൊക്കെ നമ്മൾ ലിറ്ററലി നമ്മൾ പറയുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു നേപ്പാൾ കാഴ്ചവെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസിലൻഡ് UAE മത്സരത്തിൽ 2 മലയാളികളുടെ കരുത്തിൽ ന്യൂസിലൻഡിനെതിരെ, അതായത് ഡാൻ ഡെഫ്യോർക്ക് അടക്കമുള്ള താരങ്ങളുള്ള ന്യൂസിലൻഡിനെതിരെ 170 മുകളിലൊരു ടോട്ടൽ UAE പടുത്തുയർത്തുകയാണ്.
അപ്പോൾ ഇത് കുഞ്ഞന്മാർ വമ്പന്മാർ എന്നുള്ളൊരു സമവാക്യം ഈ ലോകകപ്പിൽ ഇനി വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരും ഗംഭീരമായ പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഫാർ. തീർച്ചയായിട്ടും. അതായത് കുഞ്ഞന്മാർ എന്നുള്ള ടാഗിന് അപ്പുറം എല്ലാവരും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. മാത്രമല്ല ഈ ഫോർമാറ്റ് തന്നെ നമുക്കറിയാം, ഈ ടെസ്റ്റ് മത്സരത്തിലാണെങ്കിൽ ഈ ഇങ്ങനൊരു അത്ഭുതം സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. വൺ ഡേ 50 ഓവർ മത്സരമാണ്. പക്ഷേ T20 ഫോർമാറ്റിൻ്റെ ഒരു സ്വഭാവം തന്നെ നോക്കുമ്പോൾ ആ ഒരു ടാഗ് ലൈൻ മാറ്റിമറിക്കാൻ കഴിവുള്ള പെർഫോമൻസുകൾ എപ്പം വേണമെങ്കിലും ഉദയം ചെയ്യാം. അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ ഒറ്റയാൾ പ്രകടനം കൊണ്ട് കളിയുടെ ഫലം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജേഷ് പറഞ്ഞതുപോലെ ഇംഗ്ലണ്ട് നേപ്പാൾ മത്സരം എടുത്തു നോക്കുമ്പോൾ ജയിക്കാവുന്ന ഒരു ഘട്ടം നേപ്പാളിനുണ്ടായിരുന്നു. പക്ഷേ അവസാന ഓവറിലാണ് അവർ പിന്നെ ഇംഗ്ലണ്ട് നേപ്പാളിനെ പിടിച്ച് ഒതുക്കിയത്. അപ്പോൾ ആക്ച്വലി കുഞ്ഞന്മാർ എന്നുള്ള ടാഗ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ കൂടി എക്സ്പീരിയൻസ് അത്രത്തോളം മുഖ്യമല്ലേ? അവർക്ക് വിജയത്തിൽ എക്സ്പീരിയൻസ് എത്രത്തോളം മുഖ്യമാവുന്നുണ്ട്? എക്സ്പീരിയൻസിന് പ്രത്യേകിച്ച് പ്രാധാന്യം എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേപ്പാൾ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ എക്സ്പീരിയൻസിന് ഒരു വിലയില്ലേ അവിടെ? ഇംഗ്ലണ്ടിലേക്ക് നമ്മൾ ഒരു അത്തരം അതിന് വലിയ പരിഗണന കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് 2 തവണ T20 ലോകകപ്പ് നേടിയ രാജ്യമാണ്. അതേസമയം തന്നെ ഇംഗ്ലണ്ട് പല ലോകകപ്പുകളിൽ അവർക്ക് ഇത്തിരി കുഞ്ഞന്മാർക്ക് മുന്നിൽ ഇത്തിരി കുഞ്ഞൻ എന്ന ടാഗ് ലൈനുമായി വന്ന ടീമുകൾക്ക് മുന്നിൽ അവർ വീണു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. 2011 ഏകദിന ലോകകപ്പ് വലിയ ഉദാഹരണമാണ്. അന്ന് അവർ കെവിൻ ഒബ്രയാൻ്റെ സെഞ്ചുറിയിൽ അവർ വീണു പോകുന്നു. 2009 അവർ നെതർലാൻഡ്സിനോട് വീണു പോകുന്നുണ്ട്. 2023 അവർ അഫ്ഗാനിസ്ഥാനോട് വീണു പോകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനൊക്കെ ഈ ടീമുകളൊക്കെ താരതമ്യേന എക്സ്പീരിയൻസ്ഡ് ആയ ഇംഗ്ലണ്ടിനെ വെച്ച് നോക്കുന്ന സമയത്ത് താരതമ്യേന ദുർബലരായ ടീമാണ് ഈ അഫ്ഗാനിസ്ഥാനും നെതർലാൻഡ്സും അയർലൻഡും ഒക്കെ. അവരെന്നെ അട്ടുപറിക്കുന്നത്. ഈ മത്സരം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 3 ഓവറിൽ 46 റൺസ് വേണമെന്നിരിക്കെ അവരുടെ ഏറ്റവും മികച്ച ബോളറായ ആർച്ചർ ബോൾ ചെയ്യാൻ വരുന്ന സമയത്ത് ആർച്ചറിനെയാണ് ആ ലോകേഷ് ബാം ഇട്ടിട്ട് 3 6ഉം ഒരു 4 അടിക്കുന്നത്. അതായത് ഇവർ ഈ കളി തുടങ്ങുന്ന സമയത്ത് തന്നെ നേപ്പാൾ ബോളിംഗ് കൊണ്ടും അവരെ ഉറപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബട്ട്ലറും അവരുടെ ഓപ്പണർമാർ 2 പേരും പവർ പ്ലേയിൽ വീണ് പോകുന്നുണ്ട്. ഒരു 14 മുതൽ 17 വരെയുള്ള ഓവറുകളിൽ അവർക്കൊരു 19 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇംഗ്ലണ്ടിന്. എന്ന് പറഞ്ഞാൽ അവസാനം ഒരു 17 ഓവറൊക്കെ പൂർണ്ണമാകുന്ന സമയത്ത് ഒരു 139 റൺസൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത്. ആ 3 ഓവറിൽ മാത്രം ഒരു വിക്കറ്റ് കളയുന്നുണ്ട്. എന്നിട്ട് അവസാനം ആ വിൽ ജാക്സ് ആ 2-3 ഓവറിൽ അടിച്ചിട്ടാണ് അവർ ഈ 160 മുകളിൽ സ്കോറിലെത്തിക്കുന്നത്. പക്ഷേ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആർച്ചർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ പ്ലെയറാണ്. പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് ഇതിൽ വിഷയമാവുന്നുണ്ടോന്നാണ് അത് തീർച്ചയായും അങ്ങനെയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കും. കാരണം USA-ക്കെതിരെയൊക്കെ ഇന്ത്യക്ക് ആ ബോളർമാരെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൽക്യുക്കിനെ നേരിടാൻ കഴിഞ്ഞിട്ടുള്ള, മുജീബിനെ നേരിടാൻ കുറേ ബോളർമാരുണ്ടല്ലോ. ഇവരെയൊന്നും നേരത്തെ നേരിടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായേക്കാം എന്നുള്ള റിയാലിറ്റിയാണ്. UAE-യുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിനേറെ അത്ഭുതകരമാണ് അവരുടെ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകകപ്പിന് മുമ്പുള്ള സന്നാഹ മത്സരത്തിൽ നേപ്പാളിനോട് തോറ്റ ടീമാണ്, ഇറ്റലിയോട് തോറ്റ ടീമാണ് ഈ UAE എന്ന് പറയുന്നത്. 80 റൺസിന് ഇറ്റലിയോട് ഓൾ ഔട്ടായ ടീമാണ്. അവർ ന്യൂസിലാൻഡിനെതിരെ 170 മുകളിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മലയാളിയാണ് ഷറഫ്, അലീഷൻ ഷറഫ്. അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനുണ്ട് അവരുടെ മറ്റേ വസീം. ഇവർ 2 പേരും ഇപ്പോൾ നേപ്പാളിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർ നമുക്ക് ഇത്തിരി കുഞ്ഞൻ രാജ്യം എന്ന ടാഗ് ലൈനിൽ പറയാനേ സാധിക്കില്ല. കാരണം കഴിഞ്ഞ തവണ അവർ ഫുൾ മെമ്പർ നാഷൻ ആയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെതിരെ T20 പരമ്പര അടിച്ചിട്ടുണ്ട്. UAE-യും നമുക്ക് അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല. 2025 UAE ബംഗ്ലാദേശിനെതിരെ T20 പരമ്പര അടിക്കുന്നുണ്ട്. ഈ പരമ്പരകളിലൊക്കെ ഇപ്പോൾ ഈ UAE-ക്കെതിരായ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ വസീമും ഷറഫും തന്നെയാണ് ഫസ്റ്റ് ടു ലാസ്റ്റ്. ആദ്യത്തെ മത്സരത്തിൽ അവർ തോൽക്കുന്നു, 2ാമത്തെ മത്സരത്തിൽ വസീം തിളങ്ങുന്നു, 3ാമത്തെ മത്സരത്തിൽ ഷറഫു സീരീസ് ഡിസൈഡറായ മത്സരത്തിൽ അദ്ദേഹം 50 അടിക്കുന്നു. ഈ പരമ്പരയിൽ വസീമായിരുന്നു മാൻ ഓഫ് സീരീസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ മെമ്പർ നേഷനെതിരെ വരെ T20 പരമ്പരകൾ ഇവർ അടിക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ പറയുമ്പോൾ 2011 ബർമുഡയെ നമുക്കറിയാം, കെനിയ, ബർമുഡ അതുപോലെയുള്ള ടീമുകളെയൊക്കെ നമ്മൾ പൊതുവെ ലോകകപ്പിന് കൊണ്ടുവരുന്നത് മൊത്തത്തിലുള്ള ലോകകപ്പുകളിലേക്ക് ഇങ്ങനത്തെ ടീമുകളെയൊക്കെ കൊണ്ടുവരുന്നത് കുത്തി നിറയ്ക്കാൻ വേണ്ടി. കാരണം ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് എല്ലാ ടീമുകളും നെക്ക് ടു നെക്ക് എല്ലാ ടീമുകളും മനോഹരമായി കളിക്കുന്ന ടീമുകളായിരിക്കെ തന്നെ ഇതൊരു 10 ടീമുകളെയും വെച്ച് ലോകകപ്പ് നടത്താൻ കഴിയില്ല എന്നതുകൊണ്ട് കുറേ ടീമുകൾ വെറുതെ ഇപ്പോൾ 411 നമ്മളിത് ബർമുഡക്കെതിരെ അടിക്കുന്നത് 2007. അന്ന് ആകെ ഇന്ത്യ ജയിച്ചിട്ടുള്ളത് ബർമുഡക്കെതിരെ മാത്രമാണ്. ബംഗ്ലാദേശാണ് നമ്മൾ പുറത്താക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ ടീമുകളെയൊക്കെ പൊതുവേ കൊണ്ടുവരുന്നത് ക്രിക്കറ്റിന് ഇതുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി, ഒരു ലോകകപ്പ് ഇവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വെറുതെ ഒരു ലോകകപ്പ് നടത്തുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന വാദത്തിന് ഇനി വിലയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നെതർലൻഡ്സ് ശരിക്കും പാകിസ്ഥാനെ പൊട്ടിക്കായിരുന്നു. അന്ന് അവരുടെ പിഴവ ക്യാച്ചായിരുന്നു. ഇന്ത്യ ചിലപ്പോൾ US-നെ തകർത്ത് കളയുമായിരുന്നു. അന്നും അവർക്ക് ക്യാച്ചല്ല നഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാ മത്സരങ്ങളിലും അവർക്ക് വിജയിക്കാൻ ഒരു അവസാനത്തെ ഇപ്പോൾ നേപ്പാൾ ഇംഗ്ലണ്ട് മത്സരത്തിൽ
18ാമത്തെ 19ാമത്തെ ഓവർ കഴിയുന്ന സമയത്ത് വിൻ പ്രഡിക്റ്റർ നോക്കുമ്പോൾ 60% വിൻ പ്രഡിക്ഷനിൽ നേപ്പാൾ മുന്നിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ വിൻ പ്രഡിക്റ്ററിൽ വരെ അവർ മുന്നിലെത്താൻ കഴിയുമെങ്കിൽ ഇനി ഇത്തിരി കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന ടാഗ്ലൈൻ ഒരു ടീമിനും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. T20 അത് തീർച്ചയായിട്ടും ആ ഒരു ടാഗിന് ഇപ്പോൾ സാധ്യതയില്ല. പക്ഷേ എങ്കിൽ കൂടിയും എനിക്ക് പാകിസ്ഥാൻ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരമാണെങ്കിലും ഇന്ത്യ വേഴ്സസ് USA മത്സരമാണെങ്കിലും നേപ്പാൾ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരമാണെങ്കിലും അവസാന നിമിഷം ഇപ്പം നമ്മളിപ്പം ഈ വിൻ പ്രഡിക്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ബോൾ പൊസിഷനിൽ ഒരുപാട് ഒരു 80% ബോൾ പൊസിഷൻ ഒരു ടീമിനൊപ്പം ആണെങ്കിൽ കൂടിയും ഗോൾ അടിക്കുന്ന ഈ 20% അത് അവരാണ് ജയിക്കുക. അപ്പം ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു അഭാവം കൃത്യമായിട്ടും അതൊരു പക്ഷേ അവരുടെ അനുഭവ സമ്പത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്നുള്ള അത്രത്തോളം ആവേശത്തോടെ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എനിക്കൊന്ന് ലാസ്റ്റ് ഓവറിൽ ഇപ്പം സാം കറൻ എറിഞ്ഞ ലാസ്റ്റ് ഓവറിൽ പിന്നെ കൃത്യമായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. എങ്കിൽ കൂടിയും അപ്പുറത്ത് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നൊരു ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു, ലോകേഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്ട്രൈക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ, അതായത് 5 പന്തിൽ വേണ്ടത് ഇത്ര റൺസാണ്, അത് ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിരുന്നു. പക്ഷെ അവൻ ലോകേഷ് സ്ട്രൈക്കിലുണ്ടായിരുന്നു. ലോകേഷ് തന്നെയാണ് അവസാന ബോളും സ്ട്രൈക്ക് ചെയ്യുന്നത്. അവന് 6 അടിക്കാൻ ഒരു അവസാന ബോൾ അടിക്കാൻ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രഷർ അവിടെ ചിലപ്പോൾ സാം കറന്റ് എക്സ്പീരിയൻസ് ബൗളിംഗ് നല്ല രീതിയിലാണ് അദ്ദേഹം പന്തെറിഞ്ഞത്. നല്ല പന്തുകളായിരുന്നു. അത് സാം കറന്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പുറത്ത് അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു ടാക്ടിക്സ് അവിടെ ഇല്ലാതെ പോയി എന്നുള്ളതാണ് പ്രധാനം. അതായത് ഫിനിഷ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് പുതിയ രാജ്യങ്ങൾ, ഇതുപോലെ ടീമുകളിലെ ബാറ്റ്സ്മാൻമാർക്ക് ഇല്ലാതെ പോകുന്നു. അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി കളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ വലിയൊരു ശക്തികളായിട്ട് മാറും തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഇന്ത്യക്കെതിരെ പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് പിന്നെ ഇന്ത്യ വേഴ്സസ് USA മത്സരം. നമ്മൾ പിന്നെ ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു അവസ്ഥ അറിയാം. US അന്ന് ചെയ്തത് ഭയങ്കരമായിട്ടുള്ള അവർക്ക് ടോസ് ലഭിച്ചു, ഇന്ത്യക്ക് ബാറ്റിംഗ് കൊടുക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് വരെ ഈ ലോകകപ്പിൽ 300 അടിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യ ആയിരിക്കുമോ ആദ്യമായിട്ട് T20യിൽ 300-ലധികം റൺസ് നേടുന്ന ടീം എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളൊക്കെ നിൽക്കുകയാണ്. അഭിഷേക് ശർമ്മ വേൾഡിലെ നമ്പർ 1 ബാറ്ററാണ്, തിലക് വർമ്മ വേൾഡിലെ നമ്പർ 3 ബാറ്ററാണ്, അതുപോലെ പിന്നെ സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, അങ്ങനെ ഒരുപാട് വലിയ ആൾക്കാരൊക്കെ ഉള്ളൊരു സമയത്ത് USA പോലുള്ള കുഞ്ഞൻ രാജ്യങ്ങൾ അതിന് തൊട്ടും, അതായത് ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ഒരു പ്രഡിക്ഷൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, USAക്കെതിരെ ഇന്ത്യ 250+ എന്തായാലും അടിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പുതിയ രാജ്യങ്ങളിലെ ബോളേഴ്സ്, ഇപ്പോൾ ഇന്ത്യ സ്ഥിരമായിട്ട് ന്യൂസിലാൻഡിനെതിരെ കളിക്കുന്നുണ്ട്, സ്ഥിരമായി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കുന്നുണ്ട്, ബൈലാറ്ററൽ പരമ്പരകൾ ഇഷ്ടംപോലെ കളിക്കുന്നുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങൾക്കെതിരെയുള്ള ബോളേഴ്സിനൊന്നും ഇന്ത്യ നേരിട്ടിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് നേരിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ബോളേഴ്സ് അവർ പേസ് വേരിയേഷൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം നേപ്പാളിൻ്റെ ആണെങ്കിലും പാകിസ്ഥാനെതിരെയുള്ള നെതർലാൻഡ്സിൻ്റെ അവരുടെ ബോളിങ്ങും, അതായത് ലോക ക്രിക്കറ്റിൽ അധികമൊന്നും നേരിടാത്ത പുതിയ ബോളേഴ്സിനെയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബോളേഴ്സ് അവർ കൃത്യമായിട്ടും ഈ T20 മത്സരങ്ങളിലെ പിന്നെ അവരുടെ ബോളിംഗ് വേരിയേഷൻസ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പിന്നെ കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് നമ്മൾ ടാഗ് ലൈൻ ഇട്ട് പറയുന്ന രാജ്യങ്ങളിലേക്ക് ബോളേഴ്സിൻ്റെ ഒരു വിജയം കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ പിന്നെ ബാറ്റിങ്ങിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നത് അവരുടെ ഒരു ബോളിംഗ് ആണെന്ന് തോന്നുന്നു. ജയേഷ് ഉറപ്പായിട്ടും. കാരണം ഈ ആ മത്സരത്തിന് തൊട്ട് മുന്നോടിയായിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹത്തോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ഈസി ആയിട്ടുള്ളൊരു ഗ്രൂപ്പിലാണല്ലോ, പാകിസ്ഥാനെതിരായ മത്സരം മാത്രമല്ലേ അല്പമെങ്കിലും ഒരു ടൈറ്റ് ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഇന്ത്യക്ക് ഒരു ഈസി വാക്ക് ഓവറാവില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നത് ഇല്ല, ലോകകപ്പിനെത്തുന്ന 20 ടീമുകളും ഏറ്റവും കരുത്തുള്ള ടീമുകൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ടീമിനെയും ചെറുതായി കാണാനല്ല, എല്ലാ ടീമുകളുടെയും വീഡിയോ പ്രസൻറ്റേഷൻ ഉൾപ്പെടെ നോക്കാറുണ്ട് എന്നുള്ളതാണ് സൂര്യ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നേരിട്ടിട്ടില്ല, അപ്പോൾ USA അല്ലെങ്കിൽ നമീബിയക്കെതിരെ ഇപ്പോൾ സീരീസുകളൊന്നും നടക്കുന്നില്ല, അവർ നേരിടുന്നില്ല. പക്ഷേ അങ്ങനെ അങ്ങ് തള്ളുന്നില്ല ക്യാമ്പ്. അപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഏത് ടീമാണെങ്കിലും പ്രോപ്പറായിട്ട് അവരുടെ മെയിൻ ബൗളർമാരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവും, യൂട്യൂബിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയോ വീഡിയോ വഴിയൊക്കെ അവരുടെ ബാറ്റർമാരെ കൃത്യമായിട്ട് നോക്കിയിരുന്നുണ്ടാവും. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ എക്സ്പീരിയൻസിനേക്കാളേറെ T20യിൽ നിന്ന് ഒരൊറ്റ ആളുടെ പ്രകടനം മതി. T20യിൽ ഒരു 6 ഓവർ നിന്നൊരു പ്ലെയർ ഒരു അതിഗംഭീരമായ പെർഫോമൻസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം തിരിഞ്ഞു, മത്സരം മാറി മറിയും. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള സംഭവമാണ് കാണുന്നത്. അപ്പോൾ ഒപ്പം തന്നെ യാഡ്ലി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ USA ബൗളർ മികച്ച രീതിയിലാണ് 4 വിക്കറ്റ് അദ്ദേഹം നേടിയെന്നുള്ളത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ ഇപ്പോൾ സൂര്യകുമാർ യാദവ് 15 ലൈഫിൽ കിട്ടിയിട്ടാണ് സൂര്യകുമാർ പിന്നീട് ആ ഇന്നിങ്സ് കളിക്കുന്നത്. സൂര്യയും ആ തുടക്കത്തിൽ തന്നെ വിക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്കോർ 100-ൽ താഴെ എത്തുമായിരുന്നു. സ്വാഭാവികമായിട്ടും പിന്നീട് വലിയൊരു സമ്മർദ്ദത്തിലേക്കൊന്നും USA കടക്കില്ല, അവർ അനായാസ വിജയം തന്നെ ജയിക്കുമായിരുന്നു. പിന്നീട് USA ഒരു 15 ഓവറിന് ശേഷം അവർ ജയിക്കുന്നതിൽ കൂടുതലേറെ 20 ഓവർ ക്രീസിൽ നിൽക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു പിന്നീട് 5 ഓവർ അവർ ബാറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അവർക്കത് കൊടുക്കുന്ന കോൺഫിഡൻസ് വലുതാണ്. പ്രത്യേകിച്ച് ബാക്കിയുള്ള മത്സരം, ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ തന്നെ ബാക്കി 3 മത്സരങ്ങൾ അവർക്ക് ബാക്കിയുണ്ട്, അതിൽ വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
അടുത്ത സൂപ്പർ 8 റൗണ്ടിലേക്ക് കിടക്കാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അവരുടെ അടുത്ത മത്സരം പാകിസ്ഥാനെതിരാണ്. പാകിസ്ഥാനെ അവർ തോൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ സൂപ്പർ ഓവറിലേക്ക് പോയൊരു മത്സരത്തിനൊടുവിലായിരുന്നു USA അന്ന് വിജയിച്ചത്. അന്നാരും USA-ക്കെതിരെ പാകിസ്ഥാൻ മുൻ ചാമ്പ്യന്മാരാണ്, നമുക്കറിയാം. T20 ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളുള്ള ഒരു സ്ക്വാഡായിരുന്നു. പക്ഷേ USA അന്ന് ഒരു പേരും പെരുമയില്ലാതെ വന്ന് പാകിസ്ഥാനെ അവർ സുഖമായിട്ട് തോൽപ്പിച്ച് കിടക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് USA-ക്ക് ഉണ്ട്. കൃത്യമായിട്ട് എല്ലാവരും ഒരു പ്രോപ്പറായ ഒരു കാൽക്കുലേഷനോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭംഗി ഈ ലോകകപ്പിൽ കാണാനുണ്ട്. ഈ ബോളർമാരെ കുറിച്ച് പറഞ്ഞ സംഗതി കറക്റ്റാണ്. എന്താ പറഞ്ഞാൽ ഈ അവർ അവസാന ഓവറിൽ പിന്നെ ഇന്ത്യക്ക് നന്നായി അടി കൊടുത്തുകൊണ്ടാണ് ആ സ്കോർ വല്ലാതെ ഉയർന്നു പോയത്. ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് മാന്യമായ സ്കോറിലേക്ക് എത്തിയത്. അതിന് റീസൺ എന്താണെന്ന് 18 ഓവറിൽ 129 ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് 2 ഓവറിലാണ് അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ 2 ബോളർമാർക്ക് പരിക്കേൽക്കുന്നത്. എന്നിട്ടാണ് ആ അടികൊണ്ടുകൊണ്ടിരിക്കുന്ന നേത്രാവൽക്കറിന് ബോൾ കൊടുക്കേണ്ടി വന്നാണ് ഗതികെട്ടത്. അപ്പോൾ സൂര്യകുമാർ യാദവ് നന്നായി അയാൾക്ക് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അടിക്കുമല്ലോ. അപ്പോൾ ഇതിൽ മറ്റൊന്ന് പറയാനുള്ളത്, ഈ നേപ്പാളിന്റെ വിജയത്തിന് ശേഷം ഡെയിൽ സ്റ്റെയിൻ പിന്നെ നേപ്പാളിന് പിന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം, അദ്ദേഹത്തെ പോസ്റ്റ് ഭയങ്കര വൈറലായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാം, ഞാൻ നിങ്ങൾക്ക് പിന്നെ പരിശീലനം നൽകാം, എൻ്റെ സർവീസ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഡെയിൽ സ്റ്റെയിൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ക്രിക്കറ്റ് ടീമുകൾ വളരട്ടെ. കുഞ്ഞൻ ടീമുകൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിനപ്പുറത്തേക്ക് ടീമുകൾ വളരണം, ക്രിക്കറ്റ് വളരണം എന്ന് പറയുന്ന ക്രിക്കറ്റിന്റെ മൊത്തത്തിൽ അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ വോട്ട് എന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പാകിസ്ഥാനെ പറഞ്ഞു വിടാമായിരുന്നു. അവസാന ഘട്ടം വരെ പാകിസ്ഥാനോട് ചർച്ച നടത്തിയിട്ട് നമ്മൾ തിരിച്ച് ആ മത്സരം നടത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലൊരു ഗ്ലോബൽ ഒരു വളർച്ച കൂടി നമുക്ക് ഈ ടൂർണമെന്റോട് കൂടി കാണുന്നു എന്നുള്ള റിയാലിറ്റി ആയി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രിക്കറ്റ് വളരണമെന്ന്. അതെ, ഇറ്റലി കളിക്കും. അതെ 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 അതെ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഒരു ക്രിക്കറ്റിന്റെ ഈ ടൂർണമെന്റ് അവസാനിക്കുന്നതോടുകൂടി ക്രിക്കറ്റിന്റെ ആഗോള ഇപ്പോൾ പല വിമർശനങ്ങളും ഉണ്ടാവാറുണ്ട്. 2 വർഷം കൂടുന്ന സമയത്ത് നിങ്ങൾ ഇടക്കിടക്ക് ലോകകപ്പ് നടത്തുന്നു എന്നൊരു വിമർശനം. എന്ന് പറഞ്ഞാൽ ഇതൊരു രസംകൊല്ലിയായി പോവില്ലേ? നമുക്കൊരു വെയിറ്റ് ഒക്കെ ചെയ്തൊരു 4 വർഷത്തിനൊക്കെ ശേഷം നടക്കുന്ന ലോകകപ്പ് എന്തിനപ്പുറത്തേക്ക് ഇടക്കിടക്ക് ലോകകപ്പ് നടക്കുക. പിന്നെ അപ്പോൾ അല്ല, ഈ ഒരർത്ഥത്തിൽ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ രസംകൊല്ലികളിൽ കാണാം. ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഒരു ആവശ്യമൊന്നും ചില സമയത്ത് നമുക്ക് ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്ന സമയത്ത് കിട്ടാറില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ 5, 6, 7, 8 ഒരു 10 രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത് കളിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ രാജ്യങ്ങൾ കൂടുന്നു, ഈ കളിക്കാൻ വരുന്ന രാജ്യങ്ങളൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്നു, ക്രിക്കറ്റിൻ്റെ പിന്നെ പ്രസക്തി കൂടുന്നു. പിന്നെ കുറച്ചുകൂട്ടം രാജ്യങ്ങൾ ഈ പിന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ പിന്നെ സ്പോർട്സിനെ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ USA ഏറ്റെടുക്കുക എന്ന് പറയുകയും USA മികച്ച രീതിയിൽ പ്രകടനം നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അമേരിക്ക പോലെ വലിയൊരു രാജ്യത്ത് ക്രിക്കറ്റ് വളരുന്നു എന്നുള്ളതിന്റെ സൂചനയാണല്ലോ. ടീമിൽ വലിയ അമേരിക്കക്കാരില്ലെങ്കിൽ പോലും. പിന്നെ പക്ഷേ ശ്രദ്ധിക്കപ്പെടും. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ആശംസകൾ അർപ്പിച്ചത്. അതെ, USA ഇന്ത്യക്കെതിരെ കളിച്ച ടീമിൽ ഒറ്റ USA-കാരുണ്ടായിരുന്നില്ല. ആ 11-ല് 8 പേര് ഇന്ത്യൻ വംശജര്, 2 സൗത്ത് ആഫ്രിക്കൻ വംശജര്, 1 പാക് വംശജൻ. ഷാൽക്യുക്കൊക്കെ സൗത്ത് ആഫ്രിക്കൻ ആണ്. അതെ, ഒറ്റ USA-കാരൻ ഉണ്ടായിരുന്നില്ല അന്ന് ഇന്ത്യക്കെതിരെ കളിച്ച 11-ല്. ഇതിൽ ആരിസ് പറഞ്ഞൊരു പോയിന്റിൽ എനിക്കതിൽ പിന്നെ ക്രിക്കറ്റ് എക്സസ് ഓഫ് ക്രിക്കറ്റ് ആയിട്ട് ഇപ്പം വരുന്നുണ്ട്. അതായത് ലോകകപ്പ് പിന്നെ ഏകദിന ലോകകപ്പിന് ഒരു ലെഗസി ഉണ്ട്. കാരണം 75, 79, 83 4 വർഷം കഴിഞ്ഞത് ഫുട്ബോൾ ലോകകപ്പ് കഴിയുന്നത് പോലെ തന്നെ ഇതിനേക്കാൾ അവരെ 4 വർഷം എന്നുള്ള ഗ്യാപ്പ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്കറിയാം, ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്നുള്ളൊരു അട്ടിമറി എന്നുള്ളത് വെസ്റ്റ് ഇൻഡീസിനെ കെനിയ അട്ടിമറിച്ച 96-ലെ വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അന്ന് ബ്രയാൻ ലാറയൊക്കെ ഉള്ള ആ ഒരു അട്ടിമറി അത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം 2003 ലോകകപ്പിലെ പിന്നെ കെനിയയുടെ മുന്നേറ്റം, കോളിൻസ് ബൂയ, ടിക്കോളോ, മൗറിസോ ഡുംബെ, അങ്ങനെയുള്ള ആസിഫ് കരീമിന്റെ ഓസ്ട്രേലിയ തകർത്ത ബോളിംഗ്, അത് അങ്ങനെ വലിയൊരു അട്ടിമറി. 2003 അവർ സെമി ഫൈനൽ വരെ എത്തി കെനിയ. അതിനുശേഷം 2007 ലോകകപ്പിൽ നമുക്ക് ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദുരന്തപൂർണ്ണമായ ആ ഒരു ലോകകപ്പ്, ആ ലോകകപ്പ് മൊത്തത്തിലൊരു ഒരു ദുരൂഹതയൊക്കെയാണ്. ബോബുമോറുടെ മരണം എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ നോക്കുമ്പോൾ ആ അട്ടിമറി നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ നേരത്തെ ഹാരിസ് സൂചിപ്പിച്ച പിന്നെ ഒബ്രിയൻ ബ്രദേഴ്സിൻ്റെ ആ ഒരു ബ്ലാസ്റ്റ്, പിന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ബ്ലാസ്റ്റ്, അതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ T20 ലോകകപ്പിലേക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പോഴും ആകെ ജയേഷ് പറഞ്ഞ പിന്നെ പാകിസ്ഥാനെ USA അട്ടിമറിച്ചത് മാത്രമാണ് നമ്മൾ ഇതുവരെ നമ്മുടെ വാക്കുകൾ പോലും സൂചനകളായിട്ടുള്ളൂ. അപ്പം എക്സസ് ഓഫ് T20 ക്രിക്കറ്റ് അല്ലെങ്കിൽ ലോകകപ്പ് 2 വർഷം കൂടുമ്പോൾ ഇങ്ങനെ വരുന്നത് ക്രിക്കറ്റിൻ്റെ ഗ്ലോബലി ക്രിക്കറ്റിന് വളർച്ച ഉണ്ടാവാം. പക്ഷേ ലോകകപ്പുകൾ ഇങ്ങനെ 2 വർഷം കൂടി വരുമ്പോൾ ഉണ്ടാവേണ്ടതാണോ, അല്ലെങ്കിൽ അത് ക്രിക്കറ്റിനെ കുറച്ചുകൂടി താഴത്തേക്ക്, അതായത് ആ ഒരു വലിയ പോപ്പുലാരിറ്റിയിലേക്കാണ് എത്തുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ പിന്നെ ലെവൽ കുറച്ച് താഴുകയാണോ ചെയ്യുന്നത്? അതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിൻ്റെ ഒരു സ്വഭാവം അതിനകത്തുണ്ട്. അതായത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് എല്ലാ രാജ്യങ്ങളിലും ഫ്രാഞ്ചൈസി, ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടക്കുന്നു, പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നടക്കുന്നു, ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്നു. അങ്ങനെ
T20 ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മൾ ഒരുവിധം എല്ലാ ലീഗ് മാച്ചുകളും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും ഒരു മത്സരങ്ങൾ എന്നുള്ള പറഞ്ഞ രീതിയിൽ മാത്രമല്ല, ഈ 2 വർഷത്തെ ഇടവേളയിൽ നമുക്കൊരു ലോകകപ്പ് കിട്ടുന്നു, കൂടുതൽ രാജ്യങ്ങൾ, കൂടുതൽ മത്സരങ്ങൾ വരുന്നു. ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റും നമ്മൾ T20 ക്രിക്കറ്റുകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ T20ക്ക് ഒരു വിരക്തി ഉണ്ടാകുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഫുട്ബോൾ 4 കൊല്ലത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് എന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷേ ഫുട്ബോളിൽ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലീഗുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. അതുകൂടാതെ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്നുണ്ട്. അങ്ങനെ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അങ്ങനെ എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ T20 ക്രിക്കറ്റ് വന്നത് 2007 മാത്രമാണ്. അത് അതായത് നമ്മൾ ഫുട്ബോൾ നമ്മൾ യൂസ്ഡ് ടു ആണ്. കാരണം ഒരു കാലം തൊട്ടേ ഈ ചാമ്പ്യൻസ് ലീഗും അതുപോലെ EPL, ലാ ലീഗ് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത് പെട്ടെന്ന് വരുമ്പോൾ ഉള്ളൊരിത്. പിന്നെ ഉള്ളത് മറ്റൊരു ചോദ്യം, ഇനി ഇതുവരെ പിന്നെ അട്ടിമറിക്ക് വക്കത്ത് വരെ എത്തി നിൽക്കുന്ന മത്സരങ്ങളാണ്. ഈ ടൂർണമെന്റിൽ ഇനി അട്ടിമറിക്ക് വല്ല സാധ്യതയുണ്ടോ? USA പാകിസ്ഥാൻ മാച്ച് ഇന്ന് രാത്രി നടക്കുന്നുണ്ട്. അതിൽ അട്ടിമറിയുന്നല്ല, USA ജയിച്ച അട്ടിമറിയല്ല, അത് സ്വാഭാവികമായിട്ട് അവർ ജയിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. അട്ടിമറി ഇൻവേർട്ടഡ് ഫോമിൽ പറയാം. ആ മത്സരത്തിൽ പാകിസ്ഥാൻ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കൽ ആ ഗ്രൂപ്പ് ഒന്ന് പോവുക. ഇന്ത്യക്ക് ഇനി പാകിസ്ഥാനോട് ഞങ്ങൾ കളിക്കില്ലാന്ന് പറഞ്ഞു പോവാ. അല്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു 2 പോയിന്റ് പിന്നെ കൊടുക്കേണ്ടി വരുന്ന ലാസ്റ്റ് ഒരു പാകിസ്ഥാൻ കളിക്കാൻ തീരുമാനിച്ചത് പോലും അതുകൊണ്ടായിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സരത്തിൽ USA പാകിസ്ഥാൻ. വേറെ ഏതെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ ജേഷ്? UAE നല്ല സെറ്റ് ടീമാണ്. ഒരുവിധം ടീമുകളെല്ലാം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നെതർലൻഡ്സ് ആണെങ്കിലും നെതർലൻഡ്സ് പാകിസ്ഥാനെ വിറപ്പിച്ചു. നമീബിയക്കെതിരെ ഈസി ആയിട്ടാണ് അവർ ജയിക്കുന്നത്. 150+ 7 വിക്കറ്റിൻ്റെ ഒരു ഗംഭീര വിജയം ജയിക്കുന്നു. അപ്പോൾ നെതർലൻഡ്സും ഈ ടൂർണമെൻറ്റിൽ പോകുന്ന കാലത്തോളം ഒരുപാട് അട്ടിമറികൾക്ക് കെൽപ്പുള്ളൊരു ടീം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മുന്നോട്ട് പോകുമ്പം ഇവർ വിജയത്തിൻ്റെ വക്കിൽ വരെ എത്തി നിന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇനി വിജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ നമ്മൾ പിന്നെ പരമ്പരാഗതമായിട്ടുള്ള ടീമുകൾ ഇപ്പം ബംഗ്ലാദേശ് ഈ ടൂർണമെൻറ്റിനില്ല. പക്ഷേ ബംഗ്ലാദേശ് ഒരുപാട് വർഷം മുമ്പ് ഇത് കളിച്ച ടീമാണ്, ടെസ്റ്റ് പദവിയുള്ള ടീമാണ്. അവർക്ക് പകരം വന്ന സ്കോട്ട്ലൻഡ് നന്നായിട്ട് കളിക്കുന്നുണ്ട് അവർ. അതുപോലെ സിംബാബ്വെ കഴിഞ്ഞ മത്സരം വിജയിച്ചിരിക്കുകയാണ്. സിംബാബ്വെ ഒന്നും കഴിഞ്ഞ T20 ലോകകപ്പിനൊന്നും അവസരം കിട്ടാതെ പോയ ടീമാണ്. അതായത് ഈ 10 ടീമുകളുള്ള സമയത്ത് റാങ്കിങ്ങിൽ അങ്ങനെയുള്ളത് കൊണ്ട് അവസരം കിട്ടാത്ത ടീമുകളാണ്. സിംബാബ്വെ ഇടക്കാലത്ത് ക്രിക്കറ്റിൽ വലിയ മേൽവിലാസം ഉണ്ടാക്കിയിരുന്ന ടീമുകളായിരുന്നല്ലോ. നമുക്കറിയാം, ആൻറ്റി ഫ്ലവർ, ഗ്രാൻഡ് ഫ്ലവർ, കൊലോങ്ക, എൻട്രി. അതെ, വളരെ രസകരമായ ഒരു കാര്യം, ഇപ്പൊ ബ്രണ്ടൻ ടൈലറിനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ബ്രണ്ടൻ ടൈലർ ആദ്യ ലോകകപ്പും ഈ T20 ലോകകപ്പും കളിച്ച ഏക പ്ലെയറാണ്. അതായത് 20 വർഷത്തെ അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യത്തെ 2007 ഇന്ത്യ അടിച്ച പിന്നെ ആ ലോകകപ്പിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആ ലോകകപ്പിൽ സിംബാബ്വെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരുന്നു. അന്ന് അതൊരു അട്ടിമറി എന്ന രയിലായിരുന്നു പിന്നെ പരാമർശിക്കപ്പെട്ടിരുന്നത്. കാരണം സിംബാബ്വെ നമുക്കറിയാം, സിംബാബ്വെ പിന്നെ ഒരുപാട് പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ മാറി നിന്നൊരു സമയത്താണ് ഈ ബ്രണ്ടൻ ടൈലറൊക്കെ അദ്ദേഹത്തിന്റെ 20കളിൽ ടീമിലേക്ക് എത്തിയത്. കാരണം അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് സിംബാബ്വെ എന്ന ആ ലോകകപ്പിൽ T20 ലോകകപ്പിൽ റിക്കി പോണ്ടിങ്ങിന്റെ മൈറ്റി ഓസീസിന് കീഴടക്കുകയുണ്ടായി. അന്ന് വാർത്തകളിലൊക്കെ പത്രങ്ങളൊക്കെ വായിച്ച് ഓർമ്മയുണ്ട്. അതായത് പിന്നെ അട്ടിമറി എന്നുള്ള ലൈനിൽ തന്നെയായിരുന്നു. സിംബാബ്വെയാണ് ഇവരെ തോൽപ്പിക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ കാലം, ഈ 20 വർഷം, ബ്രണ്ടൻ ടൈലറുടെ 20 വർഷം എന്ന് പറയുന്നത് പോലെ ഈ T20യുടെ 20 വർഷങ്ങളിലേക്ക് ഇപ്പുറത്തെത്തി നിൽക്കുമ്പോൾ നമ്മൾ T20യിലും കുഞ്ഞൻ രാജ്യങ്ങൾ എന്നത് ഇല്ലാതായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മുടെ ടാക്ടിക്സിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ ഇനി മുതൽ കുഞ്ഞൻ എന്ന ആ ഒരു ടാഗ് തീർച്ചയായും ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം പ്രത്യേകിച്ചും T20യിൽ ഒരാൾ ഫോമായാൽ ഒറ്റയാൾ പ്രകടനത്തിലൂടെ ഒരു ടീമിനെ പരാജയപ്പെടുത്താനും അല്ലെങ്കിൽ അതിൻ്റെ ഫലം നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ ലോകകപ്പിൽ ബാക്കിയുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഒരുപാട് അട്ടിമറികൾ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അട്ടിമറി പോലും ഇൻവേർട്ടഡ് കൊമയിൽ നിങ്ങൾ കേൾക്കണം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.